പൊന്നാനി നഗരസഭയിലെ കുട്ടാട് കുമ്പളത്തുപടി റോഡ് റീടാറിംഗ് കൗൺസിൽ അംഗീകാരത്തോടെയെന്ന് മുനിസിപ്പൽ എഞ്ചിനീയർ. നഗരസഭയിലെ 7ാം വാർഡിലേക്ക് കുട്ടാട് കുമ്പളത്തുപടി റോഡിന്റെ അറ്റകുറ്റപ്പണിക്കാണ് കൗൺസിലർ നിർദ്ദേശം നൽകിയതെന്നും ഇതിന് കൗൺസിൽ അംഗീകാരം നൽകുകയും ചെയ്തതിനാലാണ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി റോഡ് റീടാറിംഗ് നടക്കുന്നതെന്നും മുനിസിപ്പൽ എഞ്ചിനീയർ പറഞ്ഞു. വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നതിനായിട്ട് 4 ലക്ഷം രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. എല്ലാ വാർഡിലെയും റോഡ് അറ്റകുറ്റപ്പണികൾക്കായി നിലവിൽ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഗ്രാൻഡ് അനുവദിച്ച തുകയാണ് ഈ 4 ലക്ഷം രൂപ. അതിൽ ഈ പ്രത്യേക 7ാം വാർഡിലെ വർക്കിനായിട്ട് ബന്ധപ്പെട്ട വാർഡ് കൗൺസിലിൽ നിന്ന് വന്ന പ്രപ്പോസലും അത് കൗൺസിൽ തീരുമാനത്തിന് വിധേയമാക്കി DPC അംഗീകാരത്തിന് വിധേയമായി ടെൻഡർ നടപടികളും മറ്റു വകുപ്പുതല നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ച് വന്ന ഒരു പദ്ധതിയാണത്. അത് റോഡിൻ്റെ അറ്റകുറ്റപ്പണിക്കായിട്ട് മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് മെയിൻ്റനൻസ് ഗ്രാൻഡ് എന്നുള്ളത്. റീടാറിങ് അല്ലെങ്കിൽ റീകോൺക്രീറ്റ് അങ്ങനെയാണ്. അപ്പം ആ പർട്ടിക്കുലർ വാർഡിൽ ആ റോഡിലേക്കാണ് വാർഡ് കൗൺസിലിൽ ശുപാർശ വെച്ചതും കൗൺസിൽ ആ റോഡിലേക്കാണ് ആ പ്രവൃത്തിക്കാണ് അംഗീകാരം നൽകിയിട്ടുള്ളത്. അതിനെ തുടർന്നാണ് ആ പ്രവൃത്തി അവിടെ നടപ്പാക്കാനിടയായത്. അതിനോടൊപ്പം ചേർന്ന് വന്നിട്ടുള്ള പാക്കേജിൽ അനുവദിച്ചിരുന്ന റോഡിനെ സംബന്ധിച്ച് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതും പൂർണ്ണമായ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് ഏറ്റെടുത്ത് അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നവീകരണ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിലാണ്. റോഡ് ടാറിംഗ് പ്രവൃത്തി മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം അത് അന്വേഷിച്ചതിൽ നിന്ന് അത് 2 ദിവസങ്ങളിൽ മഴക്കാലത്ത് തുടങ്ങുന്നതിന് മുമ്പ് ഈ ആഴ്ച തന്നെ ടാറിംഗ് പ്രവൃത്തി പൂർത്തിയാക്കി റോഡിൻ്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കുന്നതാണ്. അപ്പോൾ അതുകൂടി ആ പ്രദേശത്തിൻ്റെ അവിടെ ഒരു പ്രശ്നമുണ്ട്, പൊതുജനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ആശങ്ക ഉണ്ടായതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പ്രവൃത്തിയിൽ മറ്റു വിഷയങ്ങളൊന്നുമില്ല. അത് നഗരസഭാ കൗൺസിലും ജില്ലാ ആസൂത്രണ സമിതിയും അംഗീകരിച്ച് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയ ഒരു പ്രവൃത്തി തന്നെയാണ് ഈ പ്രവൃത്തി. ഈ ഓരോ പ്രശ്നമില്ലാത്ത റോഡിനകത്ത് വീണ്ടും റീടാർ ചെയ്യുന്നത് ഒരു ശരിയായ രീതിയാണോ? ഒരു പ്രശ്നവും ഇല്ല എന്നുള്ളത് നമ്മൾ അതുകൊണ്ട് തന്നെയാണ് അതിൽ കേടുപാടുകൾ അടുത്തത് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ബോധ്യപ്പെട്ട അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 3 വ്യത്യസ്ത കഷ്ണങ്ങളായിട്ട് 3 വ്യത്യസ്ത ഭാഗങ്ങളിലായിട്ട് തന്നെ ആ റോഡിൻ്റെ തൊട്ടടുത്ത ഈ വരാൻ പോകുന്ന കാലവർഷത്തെ തുറന്ന് പൊളിയാൻ സാധ്യത എന്ന് കണ്ടുകൊണ്ടാണ്. ഏതായാലും ആ റോഡിലേക്കാണ് പദ്ധതി അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ കുറച്ച് മോശപ്പെട്ട ഭാഗങ്ങൾ എന്ന് മനസ്സിലാക്കിയ ഭാഗമാണ് ചെയ്യാൻ. NCV ന്യൂസ് പൊന്നാനി. 35 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബാസിത് വെഡിംഗ് മോൾ, ബാസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.